ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറീസ് ഡേ ഫോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഫിഡിൽ ലീഫിൻ്റെ ഇല കൊണ്ട് നമുക്ക് എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യാം. നമുക്ക് വളരെ എളുപ്പമായിട്ട് അനേകം തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്കൊരു തെർമോക്കോൾ മാത്രം മതി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഫിഡിൽ ലീഫിൻ്റെ 2 ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഉണ്ട് കേട്ടോ, ഫിഡിൽ ലീഫിൻ്റെ ഇതുണ്ട്, 2 ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഇവിടെ തെർമോക്കോളൊന്നും നമ്മൾ കളയണ്ട, തെർമോക്കോൾ കളയരുത്. അത് ഓൾറെഡി ഞാൻ കുഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളത്തേക്ക് തണ്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ മറ്റേ തണ്ട് കയറ്റി വയ്ക്കണം. ഈ തണ്ടുകൾ മാത്രമേ നമ്മുടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാവൂ. അപ്പോൾ അതിന് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഇതിനെ വെറുതെ ഇങ്ങോട്ട് വെച്ച് വയ്ക്കുക. വെറുതെ ഇങ്ങനെ മുങ്ങിക്കിടന്ന് വെച്ചാൽ മതി. തെർമോക്കോൾ മുങ്ങണമെന്ന് ആവശ്യമില്ല. അതിൻ്റെ തണ്ട് മാത്രം വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങുന്നതായിട്ട് കാണിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരിത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു മാസത്തോളമായിട്ടോ. ഇത് കണ്ടോ, ഇത് 3 എണ്ണം ഇത് വെച്ചേക്കുന്നത്. എന്തോരം ഇതാണെന്ന് നോക്കിക്ക്, വേര് കണ്ടോക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് പുറത്തെടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിന് പുറത്തെടുക്കുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തെർമോക്കോളൊന്ന് പൊട്ടിക്കണം. ഈ തെർമോക്കോൾ പൊട്ടിച്ചിട്ട് വേണം നമുക്ക്, ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വേര് പൊട്ടും. ഇനിയിപ്പോൾ ഈ തെർമോക്കോൾ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് രസമായിട്ട് നമുക്ക് നല്ല റൂട്ടുകളായിട്ടുള്ള ഇത് കിട്ടിയെന്ന് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഇതൊന്നായി. നമുക്ക് ഇനി അടുത്തതും കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതേപോലെ അത് ഞാൻ 3 ഇല വെച്ച് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. എന്തോരം വേരാന്ന് നോക്കിക്കേ, ഒരു നല്ല സുന്ദരമായ വേരുകൾ. വേണ്ട. അപ്പോൾ നമുക്കൊരു തെർമോക്കോളിൻ്റെ കഷ്ണം മതി. ഇതുപോലെ നമുക്ക് എത്ര ഇലകളുടെ തൈ വേണമെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം. തെർമോക്കോൾ ഇച്ചിരി വലുതെടുത്ത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് തുളയിട്ട് കൊടുത്ത് നമുക്ക് ഈ റൂട്ട് മാത്രം പക്ഷേ നമ്മൾ മുറിക്കുമ്പോൾ ആ ഇല എടുക്കുമ്പോൾ നമ്മുടെ തണ്ടോട് ചേർത്ത് നമ്മൾ മുറിക്കണം. അല്ലെങ്കിൽ നമുക്കിൻ്റെ ഈ തണ്ട് ഷോർട്ടായി കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ട് പാടായിട്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു 12 ഇഞ്ചിൻ്റെ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതെൻ്റെ പോട്ടിംഗ് സോയിലാണ്. ഞങ്ങൾ ഇവിടുന്ന് മേടിക്കുന്ന കമ്പോസ്റ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഉണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഇവിടെ റെഡിമെയ്ഡ് കമ്പോസ്റ്റാണ് കൂടുതൽ കിട്ടുക. നാട്ടിൻപുറത്തെ മണ്ണ് പോലെ നമുക്ക് കിട്ടില്ല. ചുവന്ന മണ്ണ് മേടിക്കാൻ കിട്ടും, പക്ഷെ അത് നമുക്ക് മേടിക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇത് ഒരെണ്ണത്തിന് പയ്യെ കംപ്ലീറ്റ് ആ വേരും ആ മുളച്ച് വന്നിരിക്കുന്ന തണ്ട് മാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. നോക്കിക്ക് ഇതേപോലെ. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ആസ് യൂഷ്വൽ. ഒത്തിരി ഓവറായിട്ട് ഒത്തിരി ഓവറായിട്ടൊന്നും വെള്ളം വേണ്ട. ഇതൊക്കെ ആണെങ്കിൽ ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫിഡിലിൻ്റെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ ബാക്കിയും കൂടി ചെയ്തെടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.